ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മീ ഷാജി ഫ്രം സഫാസ് ബോട്ടിക്. അപ്പോൾ നമ്മുടെ സമ്മാനങ്ങളൊക്കെ ഇതായിരിക്കണം. ഞാൻ കുറച്ച് ലേറ്റായി, എന്നോട് എല്ലാവരും ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 മണിക്ക് നമ്മുടെ വിന്നറൊക്കെ അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വിട്ടന്നു. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടും സ്ക്രീൻഷോട്ട് വിട്ടുതന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ സ്ക്രീൻഷോട്ട് വിടട്ടെ എന്ന് ചോദിച്ചിട്ട് വിളിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ലേറ്റ് ആയി പോയത്. പിന്നെ ഞാൻ 6 മണിക്ക് തന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ എല്ലാം ഞാനിങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ വന്നു. അവർ പോവാൻ കുറച്ച് ലേറ്റായി. അതാണ് കേട്ടോ ഞാൻ വീഡിയോ ലേറ്റായി പോയത്. പിന്നെ ഞാൻ ഈ ഒരു സമ്മാനം എടുക്കുന്നതിന് മുന്നേ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഇതുപോലെ എനിക്ക് സംസാരിക്കാനൊന്നും ഒരവസരം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു സഫാസ് ബോട്ടിക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സന്തോഷത്തോടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇനിയും എൻ്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സഫാസ് ബോട്ടിക്ക് ഇതുപോലെ മുന്നോട്ട് പോണത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് ഇന്ന് തന്നെ ഈ ഒരു സമ്മാനം തിരക്കിട്ടിട്ട് ലേറ്റ് ആയാലും വേണ്ടില്ല, തിരക്കിട്ടിട്ട് ഞാൻ എടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിന് മുന്നേ തന്നെ ഒരു വീഡിയോ കൂടി, ഒരു ഗിവ് അവേയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഒരു ഗിവ് അവേയും കൂടി ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഇനി ഞാൻ വെക്കണം ഗിവ് അവേന്ന് നിങ്ങൾ പിന്മാറരുത്. അടുത്ത ആൾക്കാർ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാവും. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, ഗിവ് അവേ കൊണ്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ഒപ്പം ഉണ്ടാവണം. പിന്നെ ഞാൻ നമ്മുടെ സഫാസ് ബോട്ടിക്കൊക്കെ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോസും നമ്മുടെ പുതിയ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓണത്തിൻ്റെ മാക്സി, അതുപോലെ ചുരിദാർ കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ അതാണ് ഇങ്ങനെ ചില സമയങ്ങളിൽ ഞാൻ ഡിലേ ആയി പോണത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ആരും മറക്കരുത്. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്താണ് പറയുക, ഇന്ന സാധനം എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഞാൻ നിങ്ങൾക്ക് എത്തിച്ച് തരണം കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ട്രെൻഡിൻ്റെ ഒപ്പമാണ് നമ്മൾ പോകാൻ പോണത്. നിങ്ങൾ ഇതുവരെ കാണാത്ത സഫാസ് ബോട്ടിക്കാവും ഇനി നിങ്ങൾ കാണാൻ പോണത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വിന്നറെ തിരഞ്ഞെടുക്കാം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd പ്രൈസാണ് നമ്മൾ ഫസ്റ്റായിട്ട് അനൗൺസ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് 3rd പ്രൈസ് ആർക്കാന്ന് നോക്കാം. അതുപോലെ ഈ വീഡിയോ ഞാൻ ലെങ്ത് ആക്കണില്ല. കാരണം എന്താ വെച്ചാൽ എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഈ വീഡിയോ ലൈവായിട്ട് എഡിറ്റിങ്ങും കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ നമ്മൾ ഈ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ 6 മണിക്ക് ഞാൻ ഇതേപോലെ വീഡിയോസ് എടുക്കും. കുറേ ടൈമായി ഞാൻ വീഡിയോസ് എടുക്കണം. അപ്പോൾ കുറേ ആൾക്കാരായി എന്നോട് ഇങ്ങനെ എന്താ പറയുക, കോള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കട്ടായി പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ ഈ ടൈം കഴിഞ്ഞിട്ടും അതല്ലാണ്ടൊക്കെ എനിക്ക് മെസ്സേജും കാര്യങ്ങളും ഇനി എന്താ പറയുക സ്ക്രീൻഷോട്ട് വിടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വന്നു. പക്ഷേ ടൈം കഴിഞ്ഞതുകൊണ്ട് അവരെയൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങളെല്ലാവരും അത് ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ ആഡ് ആയിക്കോട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും സമ്മാനത്തിന് അർഹത, നിങ്ങൾക്കും ഇതേപോലെ തന്നെ സമ്മാനം കിട്ടും കേട്ടോ. അപ്പം നമുക്ക് 3rd പ്രൈസ് ആർക്കാണെന്ന് നോക്കാം. ബൗള് കുറച്ച് ചെറുതായി പോയി. ഇതൊന്ന് താഴെ വീണുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കട്ടെ, ഞാൻ നോക്കാം. വീഴാണ്ട് തന്നെ നോക്കണുണ്ട്. ഞാൻ 3rd പ്രൈസ് ആർക്കാണെന്ന് നോക്കട്ടെ. ഹസീന പട്ടാമ്പി. 3rd പ്രൈസ് ഹസീന പട്ടാമ്പി. 2nd പ്രൈസ് മുബഷിറ. ഫസ്റ്റ് പ്രൈസ് ആരായിരിക്കും? ഫസ്റ്റ് പ്രൈസ് ആവണി. അപ്പം സമ്മാനം കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഗിവ് അവേന്ന് പിന്മാറരുത്. അടുത്ത ദിവസം തന്നെ ഞാൻ
പുതിയ ഗീവ് അവേയിട്ട് വരും. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്ന് തന്നെ വീഡിയോസ് കൊണ്ടുവരാം. ഓണത്തിന് മുന്നേ തന്നെ നമ്മുടെ എന്താ പറയുക ഗീവ് അവേ വിന്നറെ ഞാൻ അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരും ഇതൊന്ന് പിന്മാറരുത്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ആഡ് ആവട്ടേന്നേ.